പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം. കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച് കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം. യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം. പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നായിരുന്നു RLV രാമകൃഷ്ണന്റെ പ്രതികരണം. ഇത്തരത്തിൽ ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇതിനു മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യം ഇരിക്കുന്നത്. അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല. അത് കോടതിയിലാണ്. ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്താണ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചത്. എൻ്റെ പേര് പറയാതെയാണ് പറഞ്ഞതിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന്, ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ. 2, കേരള സംഗീത നാടക അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ, മോഹിനിയാട്ട കലാകാരൻ. പിന്നെ ഇവര് കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ പെറ്റമ്മയെ പോലും പറയുകയാണ്. പെറ്റമ്മ പോലും സഹിക്കില്ല. നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത്. അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാനെന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. കാക്കയെ പോലെ, ആ കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ, പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ്. അപ്പൊ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും കറുത്ത വർഗ്ഗക്കാർക്ക് നേരെ അല്ലെങ്കിൽ കറുത്തവർക്ക് നേരെ ഒരു ആള് ശബ്ദം ഉയർത്താൻ പാടില്ല. RLV രാമകൃഷ്ണന്റെ പ്രതികരണം സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തോടായിരുന്നു. കാരണം കലാമണ്ഡലം സത്യഭാമ എന്ന നൃത്ത അധ്യാപികയാണ്. അവരാണ് ഇത്തരത്തിൽ അധിക്ഷേപവുമായി മുന്നോട്ട് വന്നത്. ഈ മോഹിനിയാട്ടം അവതരിപ്പിക്കേണ്ടത് സൗന്ദര്യമുള്ളവരായിരിക്കണമെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതിൻ്റെയൊക്കെ യുക്തി കേരളീയ സമൂഹം വളരെ കൃത്യമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം RLV രാമകൃഷ്ണൻ അധിക്ഷേപത്തിന് ഇരയാകുന്നത് ആദ്യമായല്ല. പലതവണ നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും അധിക്ഷേപത്തിനിടയായിട്ടുള്ള ഒരാളാണ് രാമകൃഷ്ണൻ. അന്നൊക്കെ ആർജവത്തോടെ RLV രാമകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമുണ്ട്. അതേ പ്രതികരണം ഇപ്പോഴും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ജീർണിച്ച മനസ്സാണ് സത്യഭാമയ്ക്ക് എന്നാണ് RLV രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ഡാനി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാനി, ഒരു കാരണവുമില്ലാതെയാണ് ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് യൂട്യൂബിലൊക്കെ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ ആ തരത്തിൽ അവർക്ക് ഒരു പ്രശസ്തിക്കൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉന്നയിക്കാറുണ്ട്. അതിനപ്പുറം യാതൊരു പ്രസക്തിയും ഇതിന് നൽകേണ്ടതില്ല. സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി മാത്രം ഇത്തരം സമൂഹത്തിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് നേരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിനൊപ്പം ഒരു പ്രസക്തിയില്ല. അത് അത്തരത്തിൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളേണ്ടതുമാണ്. പക്ഷേ ഈ പരാമർശം കുറച്ച് ഗൗരവമാകുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ജാതീയ അധിക്ഷേപം തരത്തിൽ കരുതുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ സത്യഭാമയ്ക്ക് വിശദീകരിക്കാനുള്ളത്? അവരുമായി സംസാരിക്കാൻ സാധിച്ചോ? രഞ്ജിത്ത തുടക്കത്തിൽ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഒരു വലിയ രീതിയിൽ ഒരു അവഹേളനം ഇതിൽ നേരിട്ടു എന്നതാണ് RLV രാമകൃഷ്ണൻ നേരിട്ടിട്ടുണ്ട്. അതിൽ നേരിട്ട പേര് പറഞ്ഞില്ലെങ്കിൽ കൂടി കൃത്യമായ സൂചകങ്ങളോടുകൂടി തന്നെയാണ് അവർ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് RLV രാമകൃഷ്ണന്റെ വാക്കുകളിലും അത് പ്രകടമാണ്. നേരത്തെയും ഈ പഠനം നടത്തുന്ന കാലത്തും ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള അവഹേളനങ്ങൾ ഇവരുടെ ഭാഗത്ത് നേരിട്ടിട്ടുണ്ട് എന്ന രീതിയിൽ തന്നെ രാമകൃഷ്ണൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും
ഇത് ഒരു പൊതുവിൽ എന്താ പറയുന്നത് ഈ രീതിയിൽ തനിക്കെതിരെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെയും ആ പഠനകാലത്ത് തന്നെയും ഈ രീതിയിലൊരു അവഹേളനങ്ങൾ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് രാമകൃഷ്ണൻ ഇതിനെ കാണുകയും ചെയ്യുന്നത്. ഇതിൽ അവർ പറയുന്ന രീതിയിലാണെങ്കിൽ തൻ്റെ അമ്മയെപ്പോലും ഈ രീതിയിൽ ഇവിടേക്ക് വലിച്ചിഴക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു എന്ന കാര്യങ്ങൾ രാമകൃഷ്ണൻ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ രീതിയിൽ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇതിൽ അവഹേളനം നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയും ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്. വലിയ രീതിയിൽ ഇത്തരം വിമർശനങ്ങൾ ഉയരുമ്പോൾ അത് കേരളീയ സമൂഹം തന്നെയും ഇത് ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് രാമകൃഷ്ണന്റെ ഭാഗത്തു നിന്ന് വിശദീകരണമായി വന്നിട്ടുള്ളത്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കലാമണ്ഡലം സത്യഭാമ ഇത്തരം വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ഒരു മോഹിനിയാട്ടം നർത്തകൻ എന്ന രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൽ അദ്ദേഹം ചുവടുവെക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ അവമതിപ്പ് ഈ കലയ്ക്ക് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് എന്നതാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഒരു കറുത്ത ഇതിൽപ്പെട്ട ഒരാൾ തൊലി നിറമാണ് അതിൽ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ സൗന്ദര്യമുള്ള പുരുഷന്മാർ ആ പരാമർശത്തിന്റെ ഭാഗത്ത് ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. പുരുഷന്മാരിലും സൗന്ദര്യമുള്ളവരുണ്ട്, അവരങ്ങനെ ചെയ്യുമ്പോൾ അത് കുഴപ്പമാകുന്നില്ല. പക്ഷേ ഇയാൾ ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ അത് കുഴപ്പമാകുന്നു എന്നതാണ് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ ഉദ്ദേശിച്ചുള്ളതാണ് എന്ന് RLV രാമകൃഷ്ണൻ അത് പറയുകയും ചെയ്യുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ഇതിനു മുൻപും ഈ രീതിയിൽ തന്നെ ഇവരുടെ ഭാഗത്തു നിന്ന് അവഹേളനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ അവരുടെ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ചാലക്കുടിയിലുള്ള ഒരാൾ മറ്റൊന്ന് KPC ലളിതയുമായിട്ട് ഈ വിവാദങ്ങളിൽ ഏർപ്പെട്ടത് എന്നെല്ലാം പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയാണെന്ന് കലാമണ്ഡലം RLV രാമകൃഷ്ണൻ അത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരണവുമായി വന്നിട്ടുള്ളത്. ഇത്തരം അവഹേളനങ്ങൾ അത് കേരളീയ സമൂഹം പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരാൾക്ക് തൊലി കറുത്തു പോയതിന്റെ പേരിൽ ഇവിടെ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ നൃത്തരൂപങ്ങളോ കലാരൂപങ്ങളോ ഇവിടെ അവതരിപ്പിക്കപ്പെടാനോ ഒരു സ്വാതന്ത്ര്യമില്ല എന്നതാണ്. ഡാനി ഒന്ന് തുടരണം, കാരണം ഈ വിഷയത്തിൽ തന്നെ നമുക്ക് നിൽക്കണം. പ്രമുഖരുടെ പ്രതികരണങ്ങൾ തേടണം. ട്രെൻഡ്സിന്റെ അടുത്ത കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ. രാമകൃഷ്ണന് കാക്കയുടെ നിറമാണെന്നും സൗന്ദര്യമുള്ള പുരുഷന്മാർ വേണം മോഹിനിയാട്ടം അവതരിപ്പിക്കാനെന്നുമായിരുന്നു സത്യഭാമയുടെ പരാമർശം. ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് വിവാദ പരാമർശമുണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രതികരണവുമായി RLV രാമകൃഷ്ണൻ രംഗത്ത് വന്നു. ഈ സത്യഭാമയ്ക്ക് ജീർണിച്ച മനസ്സാണെന്നുള്ള പ്രതികരണമാണ് രാമകൃഷ്ണന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. നിയമ നടപടികൾ സ്വീകരിക്കും എന്നും വ്യക്തമാക്കുന്നുണ്ട് RLV രാമകൃഷ്ണൻ. നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ രാമകൃഷ്ണൻ പ്രതികരിക്കുന്നു. ഡാനി, ഇപ്പോൾ ഇത് നമുക്ക് ആ രാമകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് വരാം. നിലവിലൊരു ആക്ഷേപത്തിന്റെ കാരണം എന്താണെന്ന് അറിയില്ല. ഇതിനു മുൻപ് കലാമണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞാൻ പഠിക്കുന്ന സമയത്തും ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിന്റെ പുറത്തിൽ അത് നിയമപരമായിട്ടുള്ള കോടതിയിലാണ് ആ കാര്യം ഇരിക്കുന്നത്. അതിനെ തുടർന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇപ്പൊ നിലവിലില്ല. അത് കോടതിയിലാണ്. ഇപ്പോ യാതൊരു അകാരണമായി തന്നെ മറ്റൊരു വിഷയവുമായിട്ടുള്ളൊരു ചർച്ച യൂട്യൂബിൽ നടത്തുകയും ആ ചർച്ചയുടെ ഏകദേശം ഒരു 20 മിനിറ്റ് ആവുന്ന സമയത്താണ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചത്. എൻ്റെ പേര് പറയാതെയാണ് പറഞ്ഞിരുന്നെങ്കിലും വളരെ കൃത്യമാണ് ആ അടയാളപ്പെടുത്തലുകൾ. ഒന്ന്, ചാലക്കുടിയിലെ മോഹിനിയാട്ടക്കാരനായിട്ട് നൃത്താധ്യാപകൻ. 2, കേരള സംഗീത അക്കാദമിയിൽ KPS ലളിതയുമായിട്ട് വാഗ്വാദം നടത്തിയിട്ടുള്ള കലാകാരൻ, മോഹിനിയാട്ട കലാകാരൻ. പിന്നെ ഇവര് കേസ് കൊടുത്തിരിക്കുന്നതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ വ്യക്തമാണ് അത് ഞാൻ തന്നെയാണ് എന്നുള്ള കാര്യം. അത് എന്നെ പറഞ്ഞിരിക്കുന്നത് കറുത്തവൻ, കാക്കയുടെ നിറമുള്ളവൻ, അല്ലെങ്കിൽ സൗന്ദര്യമില്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല, ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ല. അതുപോലെ തന്നെ എൻ്റെ എൻ്റെ അമ്മയെ പോലും പറയുകയാണ്, പെറ്റമ്മ പോലും സഹിക്കില്ല. നമുക്കറിയാം കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയെ പോലും അതിൽ വലിച്ചയച്ചിട്ടാണ് ഇവര് സംസാരിച്ചിട്ടുള്ളത്. അത്രയും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ ഞാൻ എന്ന വ്യക്തിയെ മാറ്റി നിർത്തി ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരുള്ള ഇവരുടെ ഒരു എന്താ പറയാ മ്ലേച്ഛമായ ഒരു പ്രയോഗമാണ് ഇതിൽ പറഞ്ഞത്. കാക്കയെ പോലെ, കാക്ക എന്ന് ഉച്ചരിക്കുമ്പോൾ തന്നെ അത്രയും നികൃഷ്ട ജീവി എന്നുള്ള രീതിയിലാണ് കാക്കയെ പോലെ കറുത്തവൻ, പിന്നെ സൗന്ദര്യമില്ലാത്ത ആരും ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കലാലോകത്തേക്ക് വളർന്നു വരുന്ന
അല്ലെങ്കിൽ കറുത്ത നിറമുള്ള ഒരുപാട് ആണും പെണ്ണുമായിട്ടുള്ള സമൂഹത്തിൽ ജീവിക്കുന്നവർക്കെതിരെയും, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ പ്രായാധിക്യമുള്ള ഒരുപാട് ആളുകൾ വരെ നൃത്തം അവരുടെ ഒരു അവസരം കിട്ടാൻ വേണ്ടി നൃത്തം പഠിക്കാൻ വരികയാണ്. അപ്പോൾ അവരടക്കമുള്ള ആളുകളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. എന്തു തന്നെയായാലും വ്യക്തിപരമായിട്ടായാലും ഒരു പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിലും ഇതിനെ നിയമപരമായി തന്നെ നമ്മൾ നേരിടാൻ തന്നെയാണ് ഒരുക്കം. കാരണം ഇനി ഒരിക്കലും രാമകൃഷ്ണന്റെ പ്രതികരണമാണ്. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വളരെ ശക്തമായി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ജീർണിച്ച മനസ്സാണ്, അങ്ങനെ മനസ്സുള്ളവർക്ക് മാത്രമാണ് ഇത്തരം ഒരു പരാമർശം നടത്താൻ സാധിക്കുന്നത് എന്നാണ് രാമകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത്. ശ്രീമതി മൃദുല സ്റ്റാർ ബിന്ദു ടെലിഫോൺ ലൈനുണ്ട്. മിനിസ്റ്റർ, രാമകൃഷ്ണനെതിരെയുള്ള ജാതി അധിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ട് കാണും. അത് സമൂഹത്തിൽ പറഞ്ഞതുപോലെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്നാണ്. അവർ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അത് തീർച്ചയായും അത്യന്തം പ്രതിഷേധാർഹവും വളരെ അപലപനീയവുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അവർ നടത്തിയിട്ടുള്ളത്. രാമകൃഷ്ണൻ മോഹിനിയാട്ടത്തിന്റെ വഴികളിൽ പുതിയ സംഭാവനകൾ നൽകിയിട്ടുള്ള കലാപ്രതിഭയാണ്. യഥാർത്ഥത്തിൽ ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന കല ഫ്യൂഡൽ കാലഘട്ടത്തിലെ രൂപം കൊണ്ട് അന്നത്തെ ആ സവിശേഷതകളൊക്കെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു കലാരൂപമായിരുന്നു. അതിനെ അത്തരം പരിമിതികൾക്ക് ഉള്ളിൽ നിന്ന് വിമോചിപ്പിച്ച പല മഹത്തായ കലാകാരന്മാരുണ്ട്. അവരിൽ പ്രധാനിയാണ് രാമകൃഷ്ണൻ. അങ്ങനെയുള്ള രാമകൃഷ്ണൻ മോഹിനിയാട്ടത്തിലെ എംഫിലും PhDയും എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് നേടിയിട്ടുള്ള രാമകൃഷ്ണന് വളരെ നിന്ദ്യമായ രീതിയിലാണ് അധിക്ഷേപിച്ചിരിക്കുന്നത്. അത് ആ പറഞ്ഞ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ജാതി വെറിയും അവരുടെ വർണ്ണവെറിയും എല്ലാം പ്രകടിപ്പിക്കുന്ന വാക്കുകളാണ്. അത് വളരെ ഷോക്കിംഗ് ആണ്. യഥാർത്ഥത്തിൽ ഒരു 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പാദം പിന്നിടുന്ന സന്ദർഭത്തിൽ ഒരിക്കലും ഒരാൾ പറയാൻ പാടില്ലാത്തതായിട്ടുള്ള വാക്കുകളാണ് അവരുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത്. അതിൽ തീർച്ചയായും അങ്ങേയറ്റം പ്രതിഷേധമുണ്ട്. രാമകൃഷ്ണൻ കലാ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രതിഭാശാലിയായിട്ടുള്ള ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയാണ്. ശരി, നന്ദി മിനിസ്റ്റർ. ശ്രീമതി മൃദുല ദേവി, താങ്കൾ പറഞ്ഞു വെച്ചത് അധികാരത്തിന്റെ സ്വരമാണ്, അഹന്തയുടെ സ്വരമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളത്. അതിന്റെ കാരണം രാമകൃഷ്ണന്റെ പേരിന്റെ അറ്റത്ത് നമ്പൂതിരി എന്നോ അയ്യങ്കാരെന്നോ അയ്യരെന്നോ പട്ടരെന്നോ നായരെന്നോ ഉണ്ടായിരുന്നെങ്കിൽ അവര് ഇമ്മാതിരി അല്ലെങ്കിൽ വലിയ പ്രബലതയുള്ള തറവാട്ട് പേരുകൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ ഉള്ള സമൂഹങ്ങൾ ആരാണെന്ന് അറിയാമല്ലോ. ഇന്ത്യയിലെ ജാതി പ്രബല സമൂഹങ്ങൾക്കാണ് ഉള്ളത്. അങ്ങനെ ഒരു പേരുണ്ടായിരുന്നെങ്കിൽ അവരുടെ മുട്ട് പറച്ചേനെ രാമകൃഷ്ണനെ ഇങ്ങനെ വന്ന് പറയാനായിട്ട്. ഇവർക്ക് ഇവിടെ വന്നു നിന്ന് എത്ര അക്കാഡമിക് സമൂഹങ്ങളായിട്ട് ഇന്ത്യയിലെ ദലിത്, ആദിവാസി, അതീവ പിന്നോക്ക സമൂഹങ്ങൾ വികസിച്ചാലും ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒന്നും സംഭവിക്കില്ല. അവർക്ക് നല്ല ധൈര്യമാണ് അതങ്ങനെ പറയാൻ. എന്നാലും ഒരു ഒട്ടും പണമില്ലാത്തതാണെങ്കിലും വീട്ടിലെ ആണെങ്കിലും കുറച്ച് ഇവരുദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു സോക്കോൾഡ് ജാതി സമൂഹമായിരുന്നെങ്കിൽ ഇവരിങ്ങനെ പറയില്ലായിരുന്നു. കാര്യം ചോദിക്കാൻ ഒരു യോഗക്ഷേമ സഭയോ ചോദിക്കാൻ ഒരു NSSO ചോദിക്കാൻ ആരും വരികയില്ല എന്നുള്ളൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് പറഞ്ഞത്. കാരണം അതിനെ സപ്പോർട്ടിങ് സംവിധാനങ്ങൾ നന്നായിട്ട് ഇവിടെ ഉണ്ട്. ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാല് എത്രത്തോളം നിരന്തരമായിട്ട് അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ അധികാര സമൂഹങ്ങളുടെ ഇടയിൽ നിന്ന്. വളരെ കുറഞ്ഞ കാലങ്ങൾക്ക് മുമ്പാണ് രാമകൃഷ്ണൻ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്ന് കരകയറി വരുന്നതേ ഉള്ളൂ. എത്ര പേർ ചേർന്ന് താങ്ങിയാണ് അദ്ദേഹത്തെ അവരുടെ വീട്ടിൽ സംഭവിച്ച ട്രാജഡി. ഇതൊന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, അത് അവരുടെ ആ അധികാരമാണ്. ആ അധികാരം എന്ന് പറയുന്നത് അവരുടെ ജാതിയിൽ നിന്ന് കിട്ടുന്ന അധികാരമാണ്. അല്ലാതെ അവർ പഠിച്ച് വിദ്യാഭ്യാസം കൊണ്ട് പഠിച്ച് സാംസ്കാരികതയും വിദ്യാഭ്യാസത്തോടൊപ്പം സാംസ്കാരികത എന്ന് പറയുന്നത് ജൈവികമായിട്ട് കിട്ടേണ്ടതാണ്. തലമുറകൾ വഴി ആർജിക്കേണ്ടതാണ്. തലമുറകൾ വഴി അവരത് ആർജിച്ചിട്ടില്ല. തലമുറകൾ വഴി കിട്ടിയ ജാതി താൻപോരിമത്വം തലമുറയിൽ നിന്ന് പകർന്നു കിട്ടിയത് അത് വന്ന് വൊമിറ്റ് ചെയ്തിടുവാനായിട്ട് അവർക്ക് ധൈര്യം കിട്ടിയത്. ഇത് ഒന്നും ആരും കൂടിപ്പോ ഒരു ചാനൽ ചർച്ചയ്ക്ക് അപ്പുറം അല്ലാതെ യാതൊന്നും ഇവിടെ നടക്കത്തില്ല. അവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകില്ല. അഥവാ നിയമ നടപടി ഉണ്ടെങ്കിൽ അത് ജയിച്ചുമായിട്ട് കളയാനുള്ള സംവിധാനമുണ്ട്. കാരണം അവരവരുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ എനിക്ക് കലാമണ്ഡലം സത്യഭാമയുടെ പേര് ഞങ്ങൾക്ക് ആർക്കും ഇപ്പം എല്ലാവരും പേര് വിളിച്ചു പറയുന്നുണ്ട്. അത് പറയാനായിട്ട് യാതൊരു മടിയുമില്ല. കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന സ്ത്രീയുടെ വംശവർഗീയ ജാതീയ വെറിയാണ്. കാരണം
മോഹിനിയാട്ടം എന്ന കലാരൂപം ഇത് ചെയ്യേണ്ട ചില ജാതി സമൂഹങ്ങളുണ്ട്. ഇത് എന്തിനാണ് ഒരു അവരുടെ കൺസെപ്റ്റിൽ ഒരു കീഴൊതുക്കപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരുത്തൻ ഇത് ചെയ്യേണ്ട കാര്യമില്ല, നിനക്ക് വേറെ പണിയുണ്ട്, ഇവിടെ ഓടകൾ കഴുകാം, കക്കൂസ് കഴുകാം, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്, അത് നീ ചെയ്തുകൊണ്ട് നീ എന്തിന് ഈ സവർണ സാംസ്കാരിക തിരുമുറ്റത്തിൽ വന്നിരുന്നു എന്ന് തന്നെയാണ് അവർ പച്ചയ്ക്ക് ചോദിച്ചത്. ഇതിന് നിയമ നടപടി സ്വാഭാവികമായിട്ട് എടുക്കേണ്ടതാണ്. കാരണം പ്രൊട്ടക്റ്റീവ് സമൂഹങ്ങളായിട്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രത്യേക സവിശേഷ പരിഗണനയോടെ നോക്കേണ്ടതാണ്. ഭൂരഹിതരായ സമൂഹങ്ങളാണ്, സ്റ്റേറ്റിന്റെ സ്വത്തിൽ അവകാശമില്ലാത്ത സമൂഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവിക കേസ് അവിടെ നിന്നുണ്ടാകേണ്ടതാണ്. ശരി, നന്ദി ശ്രീമതി മൃദുലാദേവി. വളരെ രൂക്ഷമായ ഭാഷയിലാണ് മൃദുലാദേവി പ്രതികരിച്ചത്. മന്ത്രി ആർ ബിന്ദു പൂർണ്ണ പിന്തുണ. കേവലം ചർച്ചകൾക്കപ്പുറം ഇതുവരെ ഇത്തരം ജാതി അധിക്ഷേപങ്ങളിലോ അല്ലെങ്കിൽ വർഗവെറി ഇത്തരത്തിൽ പുലർത്തുന്നതിലോ അല്ലെങ്കിൽ പേരെടുത്ത് പറഞ്ഞ് ഇത്തരത്തിലുള്ള കളറൊക്കെ വിമർശിക്കുന്നതിലോ ഒന്നും നിയമപരമായി യാതൊരു ശിക്ഷയും നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ കേട്ട് അല്ലെങ്കിൽ കണ്ട് അറിഞ്ഞിട്ടില്ല. നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. കോടതികളിലൊക്കെ കേസുകൾ ഉണ്ടാകാം, അതിനപ്പുറത്തുള്ള നടപടിയൊന്നുമില്ല. അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇത്തരം ആളുകളുടെ ഒരു ധൈര്യം. എന്ത് പറഞ്ഞാലും ആരെ ഏത് തരത്തിൽ അധിക്ഷേപിച്ചാലും ഒന്നും സംഭവിക്കില്ല, ഒരു ചുക്കും സംഭവിക്കില്ല എന്നുള്ള ഒരു ധൈര്യമായിരിക്കും ഇവരെ കൊണ്ട് വീണ്ടും വീണ്ടും ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായും അത് തന്നെയായിരിക്കാം രഞ്ജിത്ത്, നമുക്കറിയാം. പക്ഷേ ഈ രാമകൃഷ്ണന് പൊതുസമൂഹം പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ഒരിക്കലും തന്നെയും തന്റെ സഹോദരൻ കലാഭവൻ മണിയുടെ കൈപിടിച്ച് ആ ഒരു താരപരിവേഷത്തിൽ നിന്ന് നടന്ന് കയറിയ ഒരാളല്ല രാമകൃഷ്ണൻ. തന്റെ വഴി ഏതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടേക്ക് കലാഭവൻ മണിയെ പോലെ തന്നെ കഠിന പ്രയത്നം നടത്തിക്കൊണ്ട് തന്നെയാണ് രാമകൃഷ്ണൻ ഓരോ പടവുകളും കയറി വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമൂഹം അയാൾക്ക് ഒറ്റക്കെട്ടായി പിന്തുണ പ്രഖ്യാപിക്കുന്നത്. മോഹിനിയാട്ടത്തിൽ MA 1ാം റാങ്ക് നേടിയ അദ്ദേഹം അതോടൊപ്പം തന്നെ കലാമണ്ഡലത്തിൽ നിന്ന് തന്നെ പെർഫോമിംഗ് ആർട്സിലെ MPhil നേടിയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ മോഹിനിയാട്ടത്തിൽ PhD കരസ്ഥമാക്കുന്നു. അസിസ്റ്റന്റ് പ്രൊഫസറാകാൻ നെറ്റ് യോഗ്യത അയാൾ നേടിയെടുക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഒരു അക്കാദമിക് രംഗത്ത്, ഈ മോഹിനിയാട്ട രംഗത്ത് അതിന് ഒരു അക്കാദമിക് പരമായി സമീപിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ തന്നെ അദ്ദേഹം അത് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. യോഗ്യതകൾ നേടി തന്നെയാണ് ഈ പടവുകൾ മുന്നോട്ട് കടന്നു പോകുന്നത്. അപ്പോൾ പോലും അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് ഉച്ചസ്ഥലം പ്രഘോഷിക്കുന്ന ഒരു പറ്റം പേര് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളെ നിരാശപ്പെടുത്തുന്നത്. കാരണം ഇപ്പോഴും നേരത്തെ സംസാരിച്ച് നമ്മുടെ അതിഥി പറഞ്ഞതുപോലെ തന്നെ ഈ ജാതി വഴികളിൽ തന്നെ പരതി നോക്കുന്നവരുടെ ഒരു തുടർച്ചക്കാർ ഇപ്പോഴും തന്നെ ഇവിടെ അവശേഷിക്കുന്നതിന്റെ തെളിവ് തന്നെയാണ് ഈ രീതിയിലുള്ളൊരു അവഹേളനം എന്ന് തന്നെ അത് ആ രീതിയിൽ തന്നെയാണ് അതിനെ അടയാളപ്പെടുത്തേണ്ടത്. അത് നാളെ വേറെ ഏതെങ്കിലും ഭാഷയിൽ നിഷേധിച്ചാൽ കൂടിയും മറ്റേതെങ്കിലും രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ കൂടിയും അവരുടെ വാക്കുകളിലെല്ലാം തന്നെ നമ്മൾ അഭിമുഖം കാണുമ്പോൾ അതെല്ലാം തന്നെ വ്യക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്, നീളിക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് തന്നെ പറയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലൊരു രോഷം ഇപ്പോൾ അണപൊട്ടുന്നത്. എല്ലാവരുടെയും പ്രതികരണങ്ങൾ ആ രീതിയിലാകുന്നത്. ഇപ്പോഴും ഇങ്ങനെ നിറം നോക്കി ഒരു കലാരൂപത്തെ അത് അടയാളപ്പെടുത്തുന്നത് ഈ നിറത്തിൽപ്പെട്ടവരാ മാത്രമാണ് എന്ന് ഷഠിക്കുന്നത് എന്തിനാണ് എന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. വലിയ രീതിയിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയരുക തന്നെയാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രഞ്ജിത്ത, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും RLV രാമകൃഷ്ണനെതിരെയാണ് സത്യഭാമയെ പോലെ സമൂഹത്തിൽ ഉന്നതസ്ഥാനത്തിരിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്നു എന്ന വ്യക്തികളുടെ ഭാഗത്തുനിന്ന് പരാമർശങ്ങൾ ഉണ്ടാകുന്നത്. ഒട്ടും അശാസ്തികരമല്ല ഇത്തരം പരാമർശങ്ങൾ. കാരണം RLV രാമകൃഷ്ണൻ എന്ന കലാകാരനാണ്, സമൂഹത്തിൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർന്നു വന്ന ഒരാളാണ് എന്നുള്ളത് കൃത്യമായി ഡാനി അത് പറഞ്ഞു വെക്കുകയായിരുന്നു. ഇന്നും ജീവിക്കുന്ന ഒരാളാണ്. അയാളെ ജാതിപരമായും അയാളുടെ നിറവുമായി ബന്ധപ്പെട്ടും ഇത്തരം അധിക്ഷേപങ്ങൾ നടത്തുന്നത് പരിഷ്കൃത സമൂഹത്തിൽ ഒട്ടും ചേർന്നതല്ല. അവരവരുടെ ജോലി നോക്കിക്കോട്ടെ, അവരെവിടെ എത്തുന്നു എന്നുള്ള അവരുടെ കഴിവും ഭാഗ്യവും ഒക്കെ ആയിരിക്കാം. അതിൻ്റെ പുറത്ത് എന്തിനിങ്ങനെ അധിക്ഷേപം ചൊരിയുന്നു, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിലൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ പ്രശസ്തരാകാൻ വേണ്ടി, കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടാൻ വേണ്ടി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്രസക്തരായ ആളുകളാണ് ഇത്തരം പ്രസക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രശസ്തരാകാൻ വേണ്ടി ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നുകൂടി നമ്മളിതിലൂടെ ചേർത്ത് വായിക്കണം. പലപ്പോഴും അപ്രസക്തരാണ് ഇവർ സമൂഹത്തിന് മുന്നിൽ. ഇപ്പോൾ കുറച്ചുകൂടി അവർ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. കൃത്യമായ മറുപടിയും രാമകൃഷ്ണൻ ഇതിന് നൽകി കഴിഞ്ഞു. സൗന്ദര്യമുള്ളവർ മോഹിനിയാട്ടം അവതരിപ്പിക്കണം എന്നാണ് ഈ സത്യഭാമ പറയുന്നത്. കലാരൂപമാണ് മോഹിനിയാട്ടം. കലാരൂപത്തിന് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം എത്രത്തോളം ആശാസ്യകരമാണ് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പൊതുസമൂഹം ആ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. രാമകൃഷ്ണ പൂർണ്ണ പിന്തുണ നൽകിയ പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുകയും വേണം.
കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെയാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ഉയരുന്നത്. ഇടവേളയ്ക്ക് ശേഷം